GSTയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ 22/9/2025 മുതൽ എപ്പിസോഡ് 5. പോസ്റ്റ് സെയിൽസ് ഡിസ്കൗണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുന്നു. പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രശ്നങ്ങൾ GST തുടങ്ങിയ 2017 മുതൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു സിമൻറ്റ് നിർമ്മാണ കമ്പനി കേരളത്തിലെ ഒരു നികുതിദായകനായ സിമൻറ്റ് വ്യാപാരിക്ക് 1,00,000 രൂപയുടെ സിമൻറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ 28% നികുതി അടക്കം 1,28,000 രൂപയ്ക്ക് ഇൻവോയ്സ് കൊടുക്കുന്നു, സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 28,000 രൂപ നികുതി ഇൻപുട്ടായി ആ വ്യാപാരി എടുക്കുന്നു. 3 മാസം കഴിഞ്ഞ് ആ സിമൻറ്റ് നിർമ്മാണ കമ്പനി കേരളത്തിലുള്ള സിമൻറ്റ് കച്ചവടക്കാരന് തൻ്റെ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ 2,000 രൂപ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ വിൽപ്പനാന്തര ഡിസ്കൗണ്ടായി നൽകി എന്ന് കരുതുക. 2,000 രൂപയും അതിൻ്റെ ആനുപാതിക GSTയും രേഖപ്പെടുത്തിയ ഒരു GST ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ആ കമ്പനി ഇപ്രകാരം പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് നൽകിയത് എന്ന് കരുതുക. ആ കമ്പനി ഈ ക്രെഡിറ്റ് നോട്ട് ആ കമ്പനിയുടെ പ്രതിമാസ റിട്ടേണിൽ കാണിക്കുകയും ചെയ്തു എന്ന് വയ്ക്കുക. ഇപ്രകാരം സംഭവിച്ചാൽ പേയ്മെൻറ്റ് വാങ്ങിയ അഥവാ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് കൈപ്പറ്റിയ കേരളത്തിലെ സിമൻറ്റ് വ്യാപാരി ക്രെഡിറ്റ് നോട്ടിൽ സിമൻറ്റ് നിർമ്മാണ കമ്പനി കാണിച്ച GSTയുടെ തുക, അത്രയും തുക 3 മാസം മുമ്പ് എടുത്തുപോയതാണ്. അത് പലിശ സഹിതം തിരിച്ചടക്കേണ്ട അവസ്ഥ ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് CBICയുടെ 212/6/2024 എന്ന സർക്കുലർ പോലും പൂർണ്ണ പരിഹാരമാകുന്നില്ല എന്ന് മനസ്സിലാക്കി GST കൗൺസിൽ ആ സർക്കുലർ പിൻവലിക്കാനും ശാശ്വത പരിഹാരത്തിനായി പുതിയ ഭേദഗതികൾ കൊണ്ടുവരുവാനും സമഗ്രമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ചെറുകിട വ്യാപാരികൾക്ക് അനുകൂലമായ നോട്ടിഫിക്കേഷനായി മാറിയാൽ ഡിസ്കൗണ്ടിൻ്റെ പ്രശ്നം അവിടെ അവസാനിച്ചു എന്ന് കരുതാം.